നമ്മുടെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു 2001 ദത്ത് വിവാദം. തനിക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനു വേണ്ടി അമ്മയായ അനുപമ നടത്തിയ പോരാട്ടത്തിന് ഒടുവിൽ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കിട്ടി. ഇന്ന് അവർ സന്തോഷവതിയാണ്. അനുപമയുടെ ഭർത്താവ് ബി അജിത് കുമാറിൻ്റെയും ജീവിതത്തിലേക്ക് ഒരു പൊൻകുഞ്ഞു കൂടി ഇപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് കാണിച്ച് ഒരമ്മ നൽകിയ പരാതിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും കേരളത്തിലേറെ ചർച്ചയായതാണ്. ആ കുഞ്ഞിന് വേണ്ടി അമ്മ നടത്തിയ പോരാട്ടം കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തി. ഇന്ന് ആ പോരാട്ട കാലം കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങൾക്കും തൻ്റെ ഭർത്താവിനുമൊപ്പം അവരുടെ സ്നേഹം അനുഭവിച്ച് സ്വപ്ന ലോകത്താണ് ഇന്ന് അനുപമ. കവടിയാറിലെ ഭർത്താവ് അജിത് കുമാറിന്റെ വീട്ടിലാണ് അനുപമ. ഇളയ കുഞ്ഞ് ജനിച്ചിട്ട് 10 മാസമായി. എയ്റ എന്നാണ് അവൾക്ക് പേരിട്ടത്. മകൻ എയ്ഡൻ LKGയിലാണ്. അടുത്ത മാസം അവന് 5 വയസ്സ് പൂർത്തിയാകും. അങ്ങനെ 2 മക്കളും ഭർത്താവുമാണ് ഇന്ന് അനുപമയുടെ ലോകം. ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു കുട്ടി കൂടെയായി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇവിടെ ഉണ്ട്. പിന്നെ മോനായാലും നമ്മളുമായിട്ട് നല്ല ബ്ലെൻഡായി ഒരു ഹാപ്പി ആയിട്ട് പോകുന്നു. അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ടെൻഷൻ, ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. കാരണം ഇപ്പോൾ മോളെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന സമയത്തൊന്നും അവൾക്ക് ഉണ്ടായിരുന്ന അവളുടെ ഈ പ്രായത്തിൽ ഇവനെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവനെ ഏബുവിനെ നമുക്കൊരു 1 വയസ്സ് 1 മാസമൊക്കെ ഉള്ളപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ മോളെ ഈ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. വിവാദങ്ങൾക്കൊടുവിൽ പലയിടങ്ങളിലും അജിത് കുമാർ ജോലിക്ക് ശ്രമിച്ചെങ്കിലും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടായി. അതിനെല്ലാം മറികടന്നു. അജിത്ത് എന്ന ഒരു സ്വകാര്യ മെഡിസിൻ കമ്പനിയിലെ ജീവനക്കാരനാണ്. ലൈഫ് കുഴപ്പമില്ല. ഇപ്പോൾ 2 പിള്ളേരൊക്കെ ഉണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. സ്കൂളിലായി ഒരാളുണ്ട്. അപ്പോൾ സമയമൊന്നും ഇതിന് തികയില്ല. തിരക്കാണ്. സ്കൂള് പിന്നെ ഇപ്പോൾ കൊച്ച് എല്ലാം കൊണ്ട് നല്ല തിരക്കാണ്. കുഞ്ഞിനെ തനിക്ക് തിരിച്ചു കിട്ടിയെങ്കിലും പ്രസവിച്ച് കണ്ട് കൊതി തീരും മുൻപേ അതിനെ തന്നിൽ നിന്ന് അകറ്റിയവർക്കെതിരെ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് അനുപമ പറയുന്നു. നവകേരള സദസ്സിൽ ഈ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ കൊടുത്തായിരുന്നു പരാതി. നമുക്ക് ലഭ്യമായിട്ടില്ലാന്നും അതിന് ചൊല്ലി നടപടിയൊന്നും എടുത്തിട്ടില്ലാന്നും നമ്മൾ പരാതി കൊടുത്തപ്പോൾ ആകെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർ പരാതി ഫോർവേഡ് ചെയ്തു. റിപ്പോർട്ടിന് വേണ്ടി ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഇപ്പോൾ സുനന്ദ, നമ്മൾ CWCയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സുനന്ദ, പിന്നെ ഷിജു ഖാനൊക്കെ ആയാലും പ്രൊമോഷൻസാണ് അവർ കൊടുക്കുന്നത്. ഒരു നടപടിയും എടുക്കുന്നില്ല. അവരെ ഭയങ്കരമായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ പോലെയാണ് ഈ കാര്യം. ഇപ്പോൾ മക്കൾ 2 പേരെയും നന്നായി നോക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. ഇനി അതാണ് അനുപമയുടെയും അജിത്തിൻ്റെയും ആഗ്രഹം. മനീഷ് മഹിപാൽ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.